watch this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി ബൈ പാഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ RDNA ടെക്നോളജിയുടെ വിവിധ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യത്തേത് ഐസൊലേഷൻ ഓഫ് DNA. അതായത് നമുക്ക് വേണ്ട ഡിസൈഡ് ജീൻ ഒരു DNAയുടെ ഉള്ളിലാണ്. ആ DNA നമ്മൾ സെല്ലിനകത്തുനിന്ന് പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഐസൊലേഷൻ ഓഫ് DNA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് ഐസൊലേറ്റ് ചെയ്ത DNA നമുക്കിനി ഫ്രാഗ്മെൻറ്റ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ നീളമുള്ള DNA ആണ്. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് വേണ്ട ജീൻ, അതായത് ഡിസൈഡ് ജീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും പറയാം. പിന്നീട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫോറിൻ DNA എന്നും പറയും. അപ്പോൾ ഈ ജീനിനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സിസേഴ്സ് വേണം, അല്ലേ? സോ ഇവിടെ സിസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേകതരം എൻസൈമാണ്. ആ എൻസൈമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നാണ് ഈ എൻസൈംസ് അറിയപ്പെടുന്നത്. അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്നും, അഥവാ ജനറലായി ഇതിനെ മോളിക്കുലാർ സിസേഴ്സ് എന്നും, അഥവാ കെമിക്കൽ സ്കാൽപ്പൽ എന്നും അറിയപ്പെടുന്നു. നമ്മൾ കട്ട് ചെയ്യുന്ന DNA ആണ്. അപ്പോൾ DNA ഒരു ന്യൂക്ലിക് ആസിഡാണ്. ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെ നമുക്ക് ന്യൂക്ലിയേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ DNA കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ന്യൂക്ലിയേസ് എൻസൈമിൻ്റെ വകഭേദമാണ്. ന്യൂക്ലിയേസ് എൻസൈം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എൻഡോന്യൂക്ലിയേസ്, മറ്റൊന്ന് എക്സോ ന്യൂക്ലിയേസ്. എൻഡോ എക്സോ എന്നതിൻ്റെ മീനിങ് എന്താണ്? എൻഡോ എന്ന് പറഞ്ഞാൽ അകത്ത്, എക്സോ എന്നാൽ പുറത്ത്. അപ്പോൾ എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ ഈ എൻസൈം DNAയുടെ നടുക്ക് നിന്ന് പാർട്സിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് ഇവിടെ രണ്ട് കട്ട് വന്നാൽ നമുക്കറിയാം ഈ ഒരു പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം എക്സോ ന്യൂക്ലിയേസ് എൻസൈം നമുക്ക് അറ്റത്ത് നിന്ന്, അതായത് DNAയുടെ ഓരോ എൻഡിൽ നിന്നും അല്ലെങ്കിൽ അഗ്രഭാഗത്ത് നിന്ന് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ ഈ സൈഡ് കട്ട് ചെയ്യാം, ഇവിടെ ഈ നടുക്കുന്നൊരു പീസ് വേണമെങ്കിൽ സാധ്യമല്ല. അപ്പോൾ നമ്മൾ RDNA ടെക്നോളജിയിൽ ഈ എക്സോ ന്യൂക്ലിയേസ് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലീനിയർ DNAയിൽ മാത്രമേ അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ DNA ആണ്, പ്ലാസ്മിഡ് സർക്കുലർ ആണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എൻഡോ ന്യൂക്ലിയേസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസിലാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആദ്യമായി കണ്ടുപിടിച്ചത് വെർണർ ആർബർ, ഹാമിൽട്ടൺ സ്മിത്ത്, ഡാനിയൽ നേത്തൻ എന്നീ 3 ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ബാക്ടീരിയയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു എൻസൈം ബാക്ടീരിയയെ കൊണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ബാക്ടീരിയയ്ക്ക് അതുകൊണ്ട് എന്താണ് ഉപയോഗം? നോക്കാം. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന ഒരുതരം വൈറസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ബാക്ടീരിയോ ഫേജ്. ആ പേര് കേൾക്കുമ്പോൾ ബാക്ടീരിയം എന്ന് തോന്നാമെങ്കിലും പക്ഷെ അത് ബാക്ടീരിയം അല്ല, അത് ഒരു വൈറസ് ആണ്. ബാക്ടീരിയോ ഫേജ് എന്ന് പറയുമ്പോൾ അത് വൈറസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയോ ഫേജിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണുള്ളത്. ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് ഒരു DNA മോളിക്യൂൾ അല്ലെങ്കിൽ RNA മോളിക്യൂളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ബാക്ടീരിയോ ഫേജ് ഒരു ബാക്ടീരിയ അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതിവിടെ വന്നിട്ട് ഇതിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കും. പക്ഷേ ഈ പ്രോട്ടീൻ കോട്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല. ഈ DNA മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ ഈ ബാക്ടീരിയയിൽ ഉള്ള എൻസൈം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ബാക്ടീരിയയ്ക്ക് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അതായത് ഈ വരുന്ന വൈറൽ DNA നശിപ്പിക്കാനുള്ളതാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഈ DNA കട്ട് ചെയ്ത് കളയും, പല ഫ്രാഗ്മെന്റ്സ് ആക്കി നശിപ്പിച്ച് കളയും. അപ്പോൾ ഇനി എങ്ങനെയാണ് DNA ഈ എൻസൈം കട്ട് ചെയ്യുന്നത്? അത് ചില പർട്ടിക്കുലർ സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അവിടെയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇതേ സീക്വൻസ് ഈ DNAയിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റിൻ്റെ DNAയും കൂടി ഇതോടൊപ്പം തന്നെ കട്ടായി പോകും. അപ്പം സ്വന്തം DNA ഈ എൻസൈമിൻ്റെ ആക്ഷനിൽ നിന്ന് രക്ഷിക്കുകയും വേണം, വന്ന ആ ഒരു പാത്തജനിക് DNA നശിപ്പിക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് മറ്റൊരു എൻസൈം ബാക്ടീരിയയിലുണ്ട്. അതിൻ്റെ പേരാണ് മെഥൈലേസ്. അപ്പോൾ ഈ മെഥൈലേസ് കൊണ്ട് എവിടെയെല്ലാം ഇതേ സീക്വൻസ്, സിമിലർ സീക്വൻസ് വരുന്നുണ്ടോ അവിടെയെല്ലാം ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. അപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ആ എൻസൈമിന് അവിടെ കട്ട് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ സ്വന്തം DNA സേഫാണ്,
അറ്റ് ദ സെയിം ടൈം വന്നിരിക്കുന്ന DNA എല്ലാം നശിപ്പിച്ച് കളയും. അപ്പം ഇങ്ങനെ ഈ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി ബാക്ടീരിയയിൽ ഇങ്ങനെ DNA കട്ട് ചെയ്യാനുള്ള എൻസൈം ഉണ്ടെന്ന് ഈ സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. പിന്നീട് ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹനും കൂടി അതിനെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു. ഓക്കെ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിച്ചത്. ഇനി നമുക്ക് വിവിധ തരം റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് ചെറുതായി ഒന്ന് നോക്കാം. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതായത് നമ്മൾ കണ്ടു അത് വൈറസിന്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് വിളിക്കുന്നത്. മാത്രമല്ല അതിന് കട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു DNA സീക്വൻസ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ സീക്വൻസ് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ കട്ട് ചെയ്യുന്ന സീക്വൻസിനും അതേക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ആ കട്ട് ചെയ്യുന്ന സീക്വൻസിനും ഒരു പ്രത്യേകതയുണ്ട്. അവയെല്ലാം പാലിൻഡ്രോമിക് സീക്വൻസസ് ആണ്. പാലിൻഡ്രോം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതായത് ഒരു വശത്ത് നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്നു. അതായത് നമ്മൾ എപ്പോഴും വായിക്കുന്നത് എവിടെ നിന്നാണ്? ഇടത്ത് നിന്ന് വലത്തേക്ക് റീഡ് ചെയ്യുന്നു. ഇനി വലത്ത് നിന്ന് തിരിച്ചിടത്തേക്ക് റീഡ് ചെയ്താലും നമുക്ക് അത് തന്നെ കിട്ടണം. ഏറ്റവും നല്ല എക്സാമ്പിളാണ് മലയാളം. രണ്ട് രീതിയിൽ വായിച്ചാലും ഒരേപോലെ വരും. അതുപോലെ പല വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രേസസ് ഉണ്ട്. മാഡം, ഐ എം ആഡം അല്ലേ, അല്ലെങ്കിൽ ലെവൽ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഈവൻ മലയാളത്തിലും പല വാക്കുകളുണ്ട്. കത്രിക, അതെല്ലാം എന്താണ്? പാലിൻഡ്രോംസ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള പാലിൻഡ്രോമിനെ കണ്ടുപിടിച്ച് DNA, പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ അവിടെ വേർഡ്സ് അല്ല, DNA സീക്വൻസസ് ആണ്. അവിടെ മാത്രമാണിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് നമുക്ക് 3 തരം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഈ റെക്കഗ്നീഷൻ സൈറ്റ്, അതായത് ഒരു പ്രത്യേക പാലിൻഡ്രോം സീക്വൻസ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ അടുത്തുനിന്ന് കട്ട് ചെയ്യില്ല, കുറച്ച് വിട്ട് മാറി അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 1000ഓളം ബേസ് പെയർ വിട്ട് മാറിയിട്ടാണത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടൈപ്പ് 1 കാറ്റഗറി പെടുത്തിയിരിക്കുന്നത്. അതൊരു മൾട്ടി ഫങ്ഷണൽ പ്രോട്ടീനാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതിന് പ്രവർത്തിക്കാൻ, നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ATPയും അഡിനോസിൽ മെത്തിയോണൈനും ആവശ്യമാണ്. ATP എന്ന് പറഞ്ഞാൽ എനർജി സോഴ്സ് ആണ് അല്ലേ. ഇനി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആ പാലിൻഡ്രോം സീക്വൻസിൻ്റെ അകത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ആ DNA നമുക്ക് കട്ട് ചെയ്ത് ഫ്രാഗ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഒരു കോ ഫാക്ടർ വേണം. അതായത് പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കോ ഫാക്ടർ. ഇവിടെ മെഗ്നീഷ്യം അയോൺസ് ആണ്, അതൊരു ഡൈവലൻറ്റ് മെഗ്നീഷ്യം അയോൺസ് ആണ് അവിടെ കോ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 3. ടൈപ്പ് 3യും ആദ്യത്തെ പോലെ തന്നെയാണ്, ഈ സൈറ്റിൽ നിന്ന് കുറച്ച് വിട്ടുമാറി. പക്ഷേ ആദ്യത്തെ ഇതിൽ 1000ഓളം ബേസ് പെയർ അങ്ങ് ദൂരെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ വളരെ അടുത്ത്, ഏതാണ്ട് 25 ബേസ് പെയർ മാറിയിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അതിന് ഫങ്ഷൻ ചെയ്യാനും ഇതേ സാഹചര്യമാണ് വേണ്ടത്. ATPയും അഡിനോസിൽ മെത്തിയോണൈനും ആവശ്യം. ടൈപ്പ് 1 ഒരു മൾട്ടി ഫങ്ഷണൽ എൻസൈമാണ്. അതായത് ടൈപ്പ് 1ന് മെത്തൈലേസ് ആക്ടിവിറ്റിയും റെസ്ട്രിക്ഷൻ കട്ടിംഗ് ആക്ടിവിറ്റിയും രണ്ടും ചെയ്യാൻ കഴിയും. ഓക്കെ, അതേസമയം ടൈപ്പ് 2 ഉള്ളി കട്ടിംഗ്. അതുകൊണ്ടാണ് അത് സിംഗിൾ ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ടൈപ്പ് 4, ടൈപ്പ് 5 നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതില്ല. ഇനി നമുക്കിപ്പോൾ ഇനി നോക്കേണ്ടത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ കുറച്ച് പേരുണ്ട്. EcoR1, BAM-H1, HINE3, PVU1. ഇതെല്ലാം വിവിധ തരം റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പേര് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് പേര് നൽകാനായിട്ട് നമ്മളൊരു കൺവെൻഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ ബാക്ടീരിയയിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലെറ്റർ, അതായത് ഇവിടെ E എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ ലെറ്റർ അതിൻ്റെ ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. പിന്നീട് വരുന്ന 2 സ്മോൾ ലെറ്റേഴ്സ് സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സാണ്. അപ്പോൾ ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ ഒരു ലെറ്ററും, അപ്പോൾ കണ്ടുപിടിച്ച ഓർഡറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്പീഷീസ് നെയിമിൻ്റെ 2 ലെറ്റേഴ്സും എടുത്തിട്ട് പിന്നെ വരുന്നത് വീണ്ടും ഒരു ക്യാപിറ്റൽ ലെറ്ററാണ്. അത് അതിൻ്റെ സ്ട്രെയിൻ ആണ്. ബാക്ടീരിയൽ പലതരം സ്ട്രെയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഒരു റോമൻ ന്യൂമറൽ ഉണ്ട്. അതിൽ ആ ബാക്ടീരിയയിൽ നിന്ന് എപ്പോൾ അല്ലെങ്കിൽ എത്രാമതായി കണ്ടുപിടിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് പറയുന്നത് EcoR1 എന്ന് പറയുന്നത് ഈ എസ്കരീഷ്യ കൊലൈ എന്ന ഒരു ബാക്ടീരിയയുടെ RY13 എന്ന സ്ട്രെയിനിൽ നിന്നും ആദ്യമായി കണ്ടുപിടിച്ചതാണ്. ഇവിടെ EcoR1 എസ്കരീഷ്യ കൊലയിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. BAM-H1, B for
ബാസിലസ്, AM ഫോർ അമൈലോ ലിക്വിഫേഷ്യൻസ്, അതാണ് ബാക്ടീരിയയുടെ പേര്. ബാസിലസ് അമൈലോ ലിക്വിഫേഷ്യൻസ്, സ്ട്രെയിൻ H ആണ്. ഇതും ഒന്നാമതായി ഈ ബാക്ടീരിയയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇനി വരുന്നത് ഹൈൻഡ് 3. നമ്മൾ ഹൈൻഡ് 1 ഉണ്ട്, ഹൈൻഡ് 2 ഉണ്ട്. ഹൈൻഡ് 2 ആണ് ആദ്യമായി എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ഓക്കെ, അത് ചിലപ്പോൾ രണ്ടാമതായിട്ടായിരിക്കും ആ ബാക്ടീരിയയിൽ കണ്ടെത്തിയത്. ഇനി ഹീമോഫിലസ് ഇൻഫ്ലുവൻസി, അതാണ് ഹൈൻ, HIN. സ്ട്രെയിൻ RD ആണ്. പക്ഷെ R നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് D എന്ന ലെറ്റർ എടുത്തത്. അപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ D, ദറ്റ് ഈസ് ഹൈൻ 3. ഇനി വരുന്നത് പ്രോട്ടിയസ് വൾഗാരിസ്, PVU1. ഇങ്ങനെ നമുക്ക് ഏതാണ്ട് 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയയിൽ നിന്ന് ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അവയെ ഉപയോഗിക്കാം. ഏതൊരു റെസ്ട്രിക്ഷൻ എൻസൈം ആയാലും അവരൊരു പ്രത്യേക സീക്വൻസിനെ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അതായത് അതിന് അതിൻ്റേതായ റെസ്ട്രിക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഒരു പാലിൻഡ്രോം ആണെന്നല്ലേ. അപ്പോൾ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടത്തു നിന്നും വലത്തേക്കും വലത്തു നിന്നും ഇടത്തേക്കും ഒരുപോലെ വായിക്കണം. ഇവിടെ നോക്കൂ, GAATTC. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തിരിച്ചു വായിച്ചാൽ എന്താ? CTTAAG, സെയിം അല്ലല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് റൊട്ടേഷണൽ സിമെട്രിയാണ്, 2 സ്ട്രാൻഡിലെ സിമെട്രി. പൊളാരിറ്റി നോക്കൂ, 5' to 3' നമ്മൾ വായിച്ചാൽ GAATTC. മറ്റേ സ്ട്രാൻഡിലും 5' to 3' വായിച്ചു നോക്കൂ, GAATTC അല്ലേ. അപ്പോൾ ഇത് പാലിൻഡ്രോമാണ്. അതുപോലെ AAGCTT, GGCC, ഇതെല്ലാം പല എൻസൈംസിന്റെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ്സ് ആണ്. ഹൈൻ 2-നും എസ്കരീഷ്യ കോളെ R1-നും ഈക്കോ R1-നും ഒക്കെ 6 ബേസ് പെയേഴ്സ് ഉള്ള റെക്കഗ്നീഷൻ സൈറ്റ് ആണ് ഉള്ളത്. പക്ഷേ ജനറൽ ആയിട്ട് ഇത് 4 മുതൽ 8 വരെയുള്ള സീക്വൻസ് ആയിട്ട് വേരി ചെയ്യാം. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ എസ്കരീഷ്യ കോളയുടെ സീക്വൻസ് ആണ് GAATTC. നിങ്ങളുടെ NCERT ബുക്കിൽ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. GAATTC എന്ന് പറയുമ്പോൾ ഇവിടെ സെന്ററിലല്ല കട്ട് ചെയ്ത്, ഇതൊരു പാലിൻഡ്രോം സീക്വൻസ് ആണ്. സെന്ററിൽ നിന്ന് കുറച്ച് മാറി ആദ്യത്തെ ഈ 2 ലെറ്റേഴ്സിന്റെ ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നത്. അതായത് Gക്കും Aക്കും ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ സ്ട്രാൻഡിലും അതേ സ്ഥലത്ത് തന്നെയാണ് കട്ട് ചെയ്തത്. അതായത് 5' നിന്ന് വായിച്ചു തുടങ്ങുമ്പോൾ Gക്കും Aക്കും മധ്യത്തിൽ, ഇവിടെയും 5' നിന്ന് വായിച്ചു തുടങ്ങുമ്പോൾ Gക്കും Aയുടെയും മധ്യത്തിലാണ് വരുന്നത്. ഇനി ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു കട്ട് ഒരു സീക്വൻസിൽ ഉണ്ടാക്കാൻ കഴിയും. അതെപ്പോഴും 2 സ്ട്രാൻഡിലും ഒരേ ബേസ് പെയേഴ്സിന് ഇടയ്ക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ലൈൻ 3യുടെ സീക്വൻസസ് ആണ്. ഇവിടെയും ഈ കട്ടിങ് നടക്കുന്നത് Aക്കും ഇടയിലാണ്. അപ്പോൾ ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്. ഇതൊക്കെ DNA സീക്വൻസ് ആണെന്ന് ഓർത്തോളണം. ഇനി HAE3 എന്ന മറ്റൊരു എൻസൈമിന് അവിടെ കട്ട് നടക്കുന്നത് ഈ മധ്യഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരേപോലെ അങ്ങ് കട്ട് ചെയ്ത് പോകും. ഈ 2 കട്ടിലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണമാണ്. ഞാനിപ്പോൾ ആ റെസ്ട്രിക്ഷൻ സൈറ്റ് വരുന്ന ഭാഗം മാത്രം ഇത്തിരി എൻലാർജ് ചെയ്ത് അതല്ലെങ്കിൽ ആ ലൂപ്പ് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ഇവ തമ്മിൽ ബോൺസ് ഉണ്ട്, നമുക്കറിയാം. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇവിടുത്തെ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ എസ്റ്റർ ബോണ്ട് കണക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കട്ട് വരും, ഇവിടെയും കട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു മുകളിലത്തെ സ്ട്രാൻഡ് ഈ Gക്കും Aക്കും ഇടയിൽ കട്ടായി. അതേസമയം താഴെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് വരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റിക്കി എൻഡ്സ് അഥവാ സ്റ്റാഗേർഡ് എൻഡ്സ്. അതായത് നമ്മൾ ഒരു സൈഡിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം കുറച്ച് വാല് പോലെ നീണ്ടു വരും അല്ലേ. അതിനെ നമ്മൾ സ്റ്റാഗേർഡ് എൻഡ് എന്ന് പറയും. ഇനി എനിക്കിത് മറ്റൊരു DNA-യുമായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ. എനിക്ക് ഈ ജീൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ എനിക്കൊരു പ്ലാസ്മിഡിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം ആ പ്ലാസ്മിഡിനെ ഇതേ എൻസൈം വെച്ച് കട്ട് ചെയ്താൽ ഈ സീക്വൻസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. അപ്പം അതിനും ഒരു സ്റ്റിക്കി എൻഡ് കാണില്ലേ. അപ്പം ഇതിൻ്റെ സ്റ്റിക്കി എൻഡും അതിൻ്റെ സ്റ്റിക്കി എൻഡും തമ്മിൽ കോംപ്ലിമെൻ്ററി ആവും. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നടുക്ക് വെച്ച് കട്ട് ചെയ്യുന്നു അല്ലേ. GGCCയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും മധ്യഭാഗത്താണ് കട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ബ്ലണ്ട് എൻഡ് ആണ്. അത് സ്റ്റാഗേർഡ് എൻഡ് അല്ല വരുന്നത്, പകരം നമുക്ക് ബ്ലണ്ട് എൻഡ് ആണ് ലഭിക്കുന്നത്. നമ്മൾ സാധാരണയായി പ്ലാസ്മിഡിലേക്ക് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് RDNA ടെക്നോളജിയിൽ ഇങ്ങനെ സ്റ്റിക്കി എൻഡ്സ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് എൻഡ്സ് ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DNA ഒരു ലോങ് ത്രെഡ് ആണല്ലേ. അപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം അതിൽ കൂടി നീങ്ങി പോയി ഓരോ ബേസ് സീക്വൻസിനെയും ഇൻസ്പെക്ട് ചെയ്ത് വരും അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ. അപ്പോൾ എവിടെ എത്തുമ്പോഴാണോ ഈ GAATTC കാണുന്നത്, ഈക്കോ R1 ആണെങ്കിൽ അവിടെ കട്ട് ചെയ്യും.
അതേസമയം HAE3 ആണെങ്കിൽ GGCC എവിടെയുണ്ടോ അവിടെ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു റീകോമിനന്റ് DNA ഉണ്ടാക്കണമെങ്കിൽ ഈ ഡിസൈഡ് ജീൻ, അതായത് നമുക്ക് വേണ്ട ജീനും നമ്മൾ ക്ലോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടറും രണ്ടും ഒരേ എൻസൈം വെച്ച് കട്ട് ചെയ്താൽ ഈ സ്റ്റിക്കി എൻസിനെ യോജിപ്പിച്ച് നമുക്കൊരു റീകോമിനന്റ് പ്ലാസ്മിഡ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഈ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി ഫ്രാഗ്മെന്റ്സ് കിട്ടും. പല സ്ഥലത്തും ഈ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് കാണും, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ്സ് കാണും. അപ്പോൾ ഇതിനെയെല്ലാം എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.